ഭഗവാനെ നമ്മൾ പണ്ടൊക്കെ അല്ലെങ്കിൽ കുചേലനെ നമുക്കൊക്കെ അറിയാൻ സാധിക്കുന്നത് ഇദ്ദേഹം വളരെ ദരിദ്രനാണ്. 27 കുട്ടികളുണ്ടായിരുന്നു. അവർ ഭക്ഷണമില്ലാതെ പരസ്പരം വലിയ കുട്ടികളെ ചെറിയ കുട്ടികൾ വലിയ കുട്ടികളെ ചേർത്ത് പിടിച്ച് പട്ടിണി സഹിക്കാൻ സാധിക്കാതെ വിശപ്പ് കൊണ്ട് കരയുന്നതായ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഭാഗവതത്തില് ഇവിടെ അങ്ങനെയൊന്നും ശ്രീസുത ബ്രഹ്മർഷി പറയുന്നില്ല. ദാരിദ്ര്യം ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. പക്ഷെ ഈ ദാരിദ്ര്യം സുധാമാവിനെ കുചേലനെ ബാധിച്ചതേ ഇല്ല എന്നാ പറയുന്നത്. അവിടെയാണ് നമുക്ക് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാം. പരമ ഭാഗവതന്മാരായിട്ടുള്ളതായ നിറയെ പേരുടെ ചരിത്രത്തെ ഇവിടെ ഭാഗവതം കാണിച്ചു തരുന്നത്. ആ ഭാഗവതത്തില് ഇവിടെ അതുകൊണ്ടാണ് ഭാഗവത ചരിതം നമുക്ക് സാധ്യമാവും. ഭഗവാന്റെ ആ സാമീപ്യ ഭക്തി അത് നമ്മളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നതാണ് ഭക്തന്മാരുടെ കഥ. ഭഗവൻ യാനി ചാന്യാനി മുകുന്ദസ്യ മഹാത്മന വീര്യാണ്യനന്ദവീരസ്യ ശ്രോതുമിച്ഛാമഹേ പ്രഭോ ഓനുശ്രുത്വാ സഗന്ധന്മൻ ഉത്തമ ശ്ലോക സൽകഥ നിജമേത വിശേഷജ്ഞോ നിഷണ്ണകാമമാർഗണേ. പരീക്ഷിത്ത് ശ്രീശുക ബ്രഹ്മർഷിയോട് കഥകളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പരീക്ഷിത്ത് ചോദിക്കുന്നു, ഭഗവാനെ, ആ ഭഗവാന്റെ കഥയെ ഇനിയും എനിക്ക് പറഞ്ഞു തരണമേ. കേട്ടതൊന്നും തന്നെ ഇതുവരെ എനിക്ക് തൃപ്തിയെ വരുത്തിയിട്ടില്ല. അപ്പൊ ഭഗവാന്റെ കഥകളെ എങ്ങനെ കേൾക്കണം? അസഗത് ബ്രഹ്മൻ എന്നാണ്. വീണ്ടും കേട്ട് ആ കേട്ടതിനെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ ആവർത്തിച്ച് ആ ബ്രഹ്മതത്വം നമുക്ക് കേൾക്കാൻ സാധിക്കണം. ഒരു തവണ കേട്ടാല് അത് നമുക്ക് ദൃഢമാവില്ല. അതുകൊണ്ട് ഇവിടെ ആ ഭഗവാന്റെ കഥയെ ഇപ്പോൾ എന്തായി പരീക്ഷിത്ത് അങ്ങനെ കേൾക്കാൻ തുടങ്ങിയതായ സമയത്ത് പരീക്ഷത്തിന് ഭഗവാന്റെ കഥകൾ അങ്ങനെ സ്വന്തം ഉള്ളിൽ നിന്ന് അങ്ങനെ വരാൻ തുടങ്ങി. പരീക്ഷത്ത് ആ ഉള്ളിൽ ശാന്തി വരുത്തിക്കൊണ്ട് ആ ഭാഗവതത്തിലെ മുഖ്യമായ തത്വങ്ങളൊക്കെ തന്നെ അങ്ങനെ എടുത്തു പറയുകയാണ്. സവാങ്യയാ തസ്യ ഗുണാൻ ഗൃണീതേ കരോചത കർമ്മ കരോ മനശ്ച സ്മരേൻ വസന്തം സ്ഥിരജംഗമേഷു ശൃണോതി തത്പുണ്യ കഥാ